ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെളുത്തുള്ളി വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയുമായിട്ടാണ്. നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു കറി മാത്രം മതി, വേറെ കറിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പറയുക ഇതിന് ചുറ്റുള്ളി മുളകാണ്, കണ്ണൂർ നാട്ടിൽ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ. എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടെ ഉണ്ടാക്കി കൊടുക്കും. ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് വയ്ക്കുന്ന എത്ര തിരിയില്ല, അത്രയ്ക്ക് നല്ല കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളിത് ഒരൊട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കണം തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് 3-4 പേർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ തൊലിയൊക്കെ പൊക്കിയതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കടായി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി വേണം, കുറച്ച് പുളി മതി. അത് പുകർത്തി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഓയിലോ നമുക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുവൊന്ന് പൊട്ടി അതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്തെടുക്കാം. അടുത്തൊന്നും നിൽക്കണ്ട കേട്ടോ, ദൂരെ നിൽക്കണം. കടു പൊട്ടിയിട്ട് മേത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റവ് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മേത്ത് തെറിക്കും. ഇപ്പോൾ ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സാധാരണ മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ നമുക്ക് കാത്ത് നിൽക്കാം. ഒന്ന് കട്ടിയായിട്ട് വരണം, നമ്മൾ അച്ചാർ രൂപത്തിലെല്ലാം ആവുന്നില്ല, അതേ രീതിയിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടെ ചോറിനപ്പുറം ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. നന്നായി ചൂടോടെ കഴിക്കാൻ പാടില്ല കേട്ടോ, വായു പൊള്ളിപ്പോവും. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ആ രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ചോറിനപ്പുറം കഴിക്കുകയെന്ന് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്ക് ചുറ്റുള്ളി മുളകും കൂട്ടിയിട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചുറ്റുള്ളി മുളകും പല നാട്ടിൽ പല രീതിയിൽ ഉണ്ടാക്കുക. ഇപ്പോൾ കണ്ണൂർ നാട്ടിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ഞാൻ വരും. അതുവരേക്കും ബൈ.